Good morning all. Today we are discussing basic computer organization. നമുക്കറിയാം നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് പല സൈസിലാണ്, അതേപോലെ പല ഷേപ്പിലാണ്. നമുക്കറിയാം ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ വേർഷൻസ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്നതിൻ്റെ പേരിൽ വരുന്നുണ്ട്. അതായത് ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തന്നിരുന്നു, ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അതിനകത്ത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും പല ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഈവൻ മൊബൈൽ ഫോൺ പോലും ഇപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ചെയ്യുന്ന വർക്കുകളാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ ജസ്റ്റ് ഒരു കോളിങ്ങിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് കൂടുതൽ അഡ്വാൻസ്ഡ് ആയ ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണോ അതൊക്കെ നമ്മുടെ മൊബൈൽ ഫോണും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ആസ് എ കമ്പ്യൂട്ടർ എന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ഈ കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഷേപ്പും സൈസൊക്കെ മാറ്റിക്കഴിഞ്ഞല്ലോ. അതായത് അതൊക്കെ പല ഷേപ്പിലും പല സൈസിലും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എല്ലാ കമ്പ്യൂട്ടേഴ്സും ബേസിക്കലി ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. അതായത് എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, ഇൻപുട്ട് ഡാറ്റ, അത് റോ ഡാറ്റയാണെങ്കിൽ പോലും അതൊരു യൂസ്ഫുൾ ഇൻഫോർമേഷൻ ആക്കിയിട്ട് നമ്മൾ യൂസേഴ്സിന് അവരത് പ്രസൻറ്റ് ചെയ്ത് തരുന്നുണ്ട് നമ്മുടെ സിസ്റ്റം. അത് ഈവൻ ഫോണാണെങ്കിലും ശരി, ഞാൻ ഫോണിനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്, നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഫോണാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡാറ്റിന് അത് യൂസ്ഫുൾ ഇൻഫോർമേഷനായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അവരത് പ്രസൻറ്റ് ചെയ്ത് തരുന്നത്. എന്താണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് ആക്കിയിട്ട് അവർ പ്രസൻറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഈ കമ്പ്യൂട്ടർ സിസ്റ്റം ചെയ്യുന്ന 5 ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇൻപുട്ടിംഗ് ആണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എൻ്ററിങ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഇൻടു എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഡാറ്റ ഇൻസ്ട്രക്ഷൻ എന്തായാലും നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം, അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ് പോയിന്റ് സ്റ്റോറിംഗ് ആണ്. സ്റ്റോറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സേവിങ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു മേക്ക് ദം റെഡിലി അവൈലബിൾ ഫോർ ഇനീഷ്യൽ ഓർ അഡീഷണൽ പ്രോസസ്സിംഗ് ആസ് വെൻ റിക്വയർഡ്. അതായത് നമ്മളിപ്പോൾ എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, അതേപോലെ ഡാറ്റ കൊടുത്തു ഒക്കെ ചെയ്യാം. ഇൻപുട്ടായിട്ട് എന്തൊക്കെയോ കൊടുത്തു. നമ്മൾ കൊടുത്ത ഡാറ്റ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ത് ചെയ്യും, അതിൻ്റെ പ്രൈമറി മെമ്മറിയിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. എന്തിനാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? അത് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. നമ്മുടെ സി പി യു ആരാന്നറിയാമല്ലോ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനാണ് സി പി യു. ഈ സി പി യു ആണ് മെയിൻ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ സി പി യുക്ക് പ്രോസസ്സ് ചെയ്യാൻ നേരത്തെ ആ ഡാറ്റ കിട്ടണം. അപ്പോൾ പിടിച്ചിട്ട് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനോ പോസിബിൾ അല്ല. അപ്പോൾ അതൊക്കെ നാനോ സെക്കൻഡ്സിൽ നടക്കുന്ന വർക്കുകളാണ്. അതുകൊണ്ട് തന്നെ സി പി യു ആവശ്യപ്പെടുന്ന ടൈമിൽ ഡാറ്റ കിട്ടണം. അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും സിസ്റ്റത്തിനകത്ത്. എന്നാലാണ് ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടായാലും ഇനി അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താനൊക്കെ ആണെങ്കിൽ അത് അവിടെ സ്റ്റോർഡ് ആയിരിക്കണം. അപ്പോൾ ഇൻപുട്ടാണ് ഫസ്റ്റ്, ദെൻ സ്റ്റോറിങ്. നെക്സ്റ്റ് കേസാണ് പ്രോസസ്സിങ്. പെർഫോമിംഗ് അരിത്മാറ്റിക് ഓപ്പറേഷൻസ്, ആഡ്, സബ്സ്ട്രാക്ട്, മൾട്ടിപ്ലൈ, ഡിവൈഡ്, എക്സെട്ര, or logical operations, comparisons like equal to, less than, greater than, etc. on data to convert them into useful information. പിന്നെ നമ്മൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിംഗ് ആണ്. അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് അവൈലബിൾ ആണ്, ലോജിക്കൽ ഓപ്പറേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ഒക്കെ വരും. അതേപോലെ ലോജിക്കലിൻ്റെ കേസ് വരുമ്പോൾ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അത്രയും കേസുകളൊക്കെ വരും. അതൊക്കെ അത്തരം ഓപ്പറേഷൻസും പ്രോസസ്സിങ്ങോ ചെയ്തിട്ടാണ് അവർ യൂസ്ഫുൾ ഇൻഫോർമേഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. Then fourth point, outputting. It is the process of producing useful information or results for a user such as printed report or visual display. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റ്, ആ റിസൾട്ട് നമുക്ക് അതൊരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആവും. അത് നമുക്ക് യൂസർക്ക് തരുന്നതിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയാം. അതൊരു പക്ഷേ വിഷ്വൽ ഡിസ്പ്ലേ ആയിട്ട് മോണിറ്ററിൽ കാണിക്കാം, അല്ലെങ്കിൽ ഒരു പ്രിൻറ്റഡ് റിപ്പോർട്ടായിട്ടൊക്കെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ദെൻ ഫൈനൽ, കൺട്രോളിങ്. Directing the manner and sequence in which the above operations are performed is known as control. കൺട്രോൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെയോ ഇൻപുട്ട് കൊടുത്തു, ആ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു, പിന്നെ പ്രോസസ്സ് ചെയ്യുന്നു, ഔട്ട്പുട്ട് ചെയ്യുന്നു. ഇത്തരം പ്രോസസ്സൊക്കെ ചെയ്യുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ ഒരാൾ വേണം. അതിനാണ് ഈ കൺട്രോളിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കമ്പ്യൂട്ടറിൻ്റെ സി പി യുൻ്റെ ഒരു ഫംഗ്ഷൻ തന്നെയാണ് കൺട്രോളിങ്. ഈ ഡാറ്റ എവിടെ നിന്ന് എവിടെ വരെ എത്തി, അത് കഴിഞ്ഞാൽ കാരണം അല്ലെങ്കിൽ എവിടേക്കേ പോകുന്നു, അതിനൊക്കെ ഒരു ലൊക്കേഷനൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ മാനേജ് ചെയ്യുന്നതും ഒരു മാനേജറാണെന്ന് വേണമെങ്കിൽ പറയാം. അവരതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആ സീക്വൻസ് ഓഫ് ഡാറ്റനെ ഇവിടെ എത്തിക്കുന്നത്, ലാസ്റ്റ് ഓഫ് ഇൻപുട്ട്, അതൊക്കെ മാനേജ് ചെയ്യാൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, കൺട്രോളർ, മൈക്രോ കൺട്രോളർ. ആ ആളാണ് കൺട്രോളിങ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഏത് ടൈപ്പ് കമ്പ്യൂട്ടർ സിസ്റ്റം ആവട്ടെ, നമ്മൾ പറഞ്ഞ ഷേപ്പ് ചെയ്താവട്ടെ, സൈസ് ചെയ്താവട്ടെ, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇതിൻ്റെ ബേസിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ദിസ് ഈ കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ് 4 ഫങ്ഷണലി ഇൻഡിപെൻഡൻറ്റ് മെയിൻ പാർട്സ്: ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, മെമ്മറി ആൻഡ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് സി പി യു.
അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിന് ഇത്രയും ഫങ്ഷൻസൊക്കെ ചെയ്യാൻ ബേസിക്കലി 4 കമ്പോണൻസ് ആവശ്യമാണ്. അതാണ് ഒന്ന് ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, പിന്നെ ഒന്ന് ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, പിന്നെ ഒന്ന് മെമ്മറി ഉണ്ട്, പിന്നെ CPU ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് പറയും. ഇനിയാണ് നമ്മളൊരു മോഡൽ പഠിക്കാൻ പോകുന്നത്. വോൺ ന്യൂമാൻ മോഡൽ എന്നാണ് അതിൻ്റെ പേര്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ കേസ് നമുക്കറിയാം, കാലങ്ങളായിട്ട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്, അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ കാലത്തും ഓരോ മോഡൽ ഇറങ്ങും. അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിൻ്റെ CPU ഇങ്ങനെ, ബസ്സസ് ഇങ്ങനെ, അങ്ങനെ ഓരോ കൺസെപ്റ്റുകളും എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് വരണം എന്ന് കാണിക്കാൻ ഓരോ സയൻറ്റിസ്റ്റുകൾ ഓരോ മോഡൽ കൊണ്ടുവരും. നമുക്കറിയാലോ, അങ്ങനെ തന്നെയാണല്ലോ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ 1945 ജോൺ വോൺ ന്യൂമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡിസൈൻ പ്രൊവൈഡ് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഫിഗറൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മുടെ CPU അതേപോലെ ALU മെത്തേഡ്സൊക്കെ ഒരുപാട് യൂസ് ചെയ്തുള്ള ഒരു ഡിസൈനാണ്. നമുക്ക് ആ ഡിസൈൻ ഞാൻ പറയാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡിസൈന് പിന്നീട് ആ ഡിസൈനിനെ നമ്മളെന്ത് പറഞ്ഞു, വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ നമ്മളുടെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു മോഡലാണ് വോൺ ന്യൂമാൻ മോഡൽ. സിമ്പിളാണ്, പക്ഷേ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ലോജിക്കലി എന്തൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന പോയിൻറ്റ്സ് എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ബൈ ഹാർട്ട് ചെയ്യരുത്. അപ്പോൾ വോൺ ന്യൂമാൻ മോഡൽ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1945 വോൺ ന്യൂമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചറാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കൺട്രോൾ യൂണിറ്റ്, അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, രജിസ്റ്റേഴ്സ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഓക്കെ, ഇത്രയും യൂണിറ്റ്സ്. അപ്പോൾ നിങ്ങൾ ഇത് ഇപ്പോഴൊക്കെ ഉള്ള യൂണിറ്റ്സ് തന്നെയല്ല അത്, പക്ഷേ അത് അന്നൊക്കെ അങ്ങനത്തെ കുറേ സയൻറ്റിസ്റ്റുകൾ കൊണ്ടുവന്നതിൽ നിന്നാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇത്രയും അഡ്വാൻസ്ഡ്, കാരണം ഇവരിങ്ങനെ ഒരു സെറ്റ് ബേസിക് കൊണ്ടുവന്നാൽ പിന്നുള്ള ആൾക്ക് അതെങ്ങനെ അഡ്വാൻസ്ഡ് ആക്കാമെന്നേ ചിന്തിക്കേണ്ടുള്ളൂ. പിന്നുള്ള ആൾ വരുമ്പോൾ അവർ ചെയ്ത് പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നുള്ളവർക്ക് അതിൽ അഡ്വാൻസ്ഡ് ആക്കി എങ്ങനെ കൊണ്ടുവരാം എന്നേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത്രയും വർക്ക് ലോഡ് കുറയല്ലേ. അപ്പോൾ നമ്മുടെ ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ കൊണ്ടുവന്നിട്ടുള്ള ഈ ആർക്കിടെക്ചറിൽ കൺസിസ്റ്റ് ചെയ്ത കൺസെപ്റ്റുകളാണ് ഈ കൺട്രോൾ യൂണിറ്റും അരിത്മാറ്റിക് ലോജിക് യൂണിറ്റും മെമ്മറി യൂണിറ്റും രജിസ്റ്റേഴ്സും ഇൻപുട്ട് ഔട്ട്പുട്ട്സൊക്കെ. ഓക്കെ, then von Neumann architecture is based on the stored program computer concept where instruction data and program data are stored in the same memory. ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൻ്റെ ബേസ് വരുമ്പോൾ അതിനകത്ത് ഡാറ്റ അതേപോലെ പ്രോഗ്രാം, അറിയാലോ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആയാലും ശരി, ഡാറ്റയൊക്കെ ഒറ്റ മെമ്മറി യൂണിറ്റിലാണ് സേവ് ചെയ്ത് വെച്ചിരുന്നത്. അതിനെയാണ് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ എന്ന് പറയുക. പക്ഷേ പിന്നെ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോഴേക്കും എന്താ വെച്ചാൽ ഡാറ്റയ്ക്ക് ഒരു മെമ്മറി സ്പേസ്, അതേപോലെ ഇൻസ്ട്രക്ഷന് സെപ്പറേറ്റ് ലൊക്കേഷൻസൊക്കെയാണ് അവർ കീപ്പ് ചെയ്യുന്നത്. കാരണം മെമ്മറി എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട്, ടൈം കോംപ്ലക്സിറ്റി കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്കറിയാം ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ വോൺ ന്യൂമാൻ്റെ കേസിൽ ഡാറ്റയും പ്രോഗ്രാമൊക്കെ സെയിം മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, ദിസ് ഡിസൈൻ ഈസ് സ്റ്റിൽ യൂസ്ഡ് ഇൻ മോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് പ്രൊഡ്യൂസ്ഡ് ടുഡേ. അതായത് ഈ ഡിസൈനിൻ്റെ ബേസിൽ തന്നെയാണ് ഇന്നും കമ്പ്യൂട്ടേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത്, പക്ഷേ അഡ്വാൻസ്ഡ് ആയി എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഒരു ബേസിക് കമ്പ്യൂട്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, ഇതാണ് ഇവിടെ ഒരു ഫിഗർ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഈ ഫിഗറിൽ എന്താണ്, ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. അതിനകത്ത് എന്തൊക്കെയുണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ട്, പിന്നെ കുറേ രജിസ്റ്റേഴ്സ് പറയുന്നുണ്ട്. രജിസ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാണ്ട് കേട്ടോ, ഇപ്പോഴല്ല പിന്നെ ഹയർ ക്ലാസ്സിൽ. അപ്പോൾ ഇതാണ് CPU-നകത്തുള്ളത്. പിന്നെ CPU-ക്കകത്ത് തന്നെ ഒരു മെമ്മറി യൂണിറ്റും ഉണ്ട്. അപ്പോൾ മെമ്മറിയിൽ നിന്ന് കണ്ടോ ഡാറ്റ CPU-ക്കകത്തും പോകും, ഡാറ്റ തിരിച്ച് മെമ്മറിക്ക് എത്തും. അപ്പോൾ അതായത് റീഡ് റൈറ്റ് എന്ന ഫങ്ഷൻസാണ് ഇവിടെ നടക്കുന്നത്. ഇതിനകത്തുനിന്ന് CPU-ക്ക് റീഡ് ചെയ്യുകയും ചെയ്യും, ഇതിക്കകത്തേക്ക് റൈറ്റ് ചെയ്യുകയും ചെയ്യും. റൈറ്റ് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ CPU ആണ് നമ്മളെ പ്രോസസ്സിങ് ചെയ്യുന്നത്. ഈ കൺട്രോൾ യൂണിറ്റാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, പ്രോസസ്സിങ്ങും പിന്നെ പാത്തൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റാണ്. ALU ആണ് നമ്മളുടെ ഇത്തരം അരിത്മാറ്റിക് ലോജിക് ഓപ്പറേഷൻസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, നമ്മുടെ കയ്യിലിപ്പോൾ എന്താ കീബോർഡ് ഉണ്ട്, മൗസൊക്കെ ഉണ്ട്, പിന്നെ മോണിറ്ററൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കാണുന്ന സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഡാറ്റ കമ്പ്യൂട്ടർക്ക് കൊടുക്കും. അതായത് CPU ആണ് ബ്രെയിൻ, വർക്ക് ചെയ്യുന്നതൊക്കെ CPU ആണ്. മോണിറ്റർ ജസ്റ്റ് ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പോൾ നമ്മൾ സോറി കേട്ടോ, ഇവിടെ ആരോ ഇങ്ങടല്ല ഇങ്ങടാണ് കേട്ടോ, ആരോ ശ്രദ്ധിച്ച് വരക്കട്ടെ. നിങ്ങൾ വരച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ, അപ്പോൾ ആരോ ഒന്ന് മാറ്റി ഇങ്ങോട്ട് വരയ്ക്കും. കാരണം ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് CPU-ക്കാണ് ആരോ പോകുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഡാറ്റ ആദ്യം പോയി, പിന്നെ ഇവിടുന്ന് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യം ഈ മെമ്മറി കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നിട്ട് മെമ്മറി CPU-ന് പോയിട്ട് അവിടെ പ്രോസസ്സ് ചെയ്തിട്ട് ആ റിസൾട്ടിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഡിവൈസിലൂടെ നമുക്ക് തരും. ഓക്കെ, അത്രയാണ് ബേസിക്കലി ഒരു കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കൺസെപ്റ്റുകൾ അവിടെ പറയുന്നത്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതിനകത്ത് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ALU ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്.
പിന്നെ മെമ്മറി യൂണിറ്റിനകത്ത് റാം ഉണ്ട്, റോം ഉണ്ട്. അത് നമുക്ക് പിന്നെ പഠിക്കാം. റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ഓഫ് പ്രൈമറി മെമ്മറീസ് ആണ് അതൊക്കെ. പിന്നുള്ളത് ബസ്സാണ്. അഡ്രസ് ബസ് ഉണ്ട്, ഡാറ്റ ബസ് ഉണ്ട്, കൺട്രോൾ ബസ്. ഈ ബസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ മീൻ ചെയ്യുന്നത് വെച്ചാൽ കണ്ടോ, ഇവിടെ നിന്ന് ഈ ഇൻപുട്ട് ഡിവൈസിന് CPU-ക്കുള്ള ആരോ, അതേപോലെ CPU-ന്ന് ഔട്ട്പുട്ടുള്ള ആരോ, മെമ്മറി യൂണിറ്റും CPU-ക്കുള്ള ഇത്ര ആരോസ് ഇല്ലേ, അത്തരം പാത്തിനെയാണ് നമ്മൾ ബസ്സസ് എന്ന് പറയുക. അത് ഡാറ്റ പാസ് ചെയ്യുമ്പോൾ ഡാറ്റ ബസ്സാവും. പിന്നെ നമ്മൾ അഡ്രസ്സൊക്കെ ഓരോ ലൊക്കേഷനിലൊക്കെ അഡ്രസ്സൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. അതൊക്കെ വരുമ്പോൾ അഡ്രസ് ബസ്, പിന്നെ കൺട്രോളിങ്ങിന് വരുമ്പോൾ കൺട്രോൾ ബസ്. അങ്ങനെയൊക്കെയാണ് അതിൻ്റേതായിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ ബേസിലാണ് ഓരോ പാത്തിനെയാണ് അവർ ബസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞ ഇൻപുട്ട് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഇൻപുട്ട് യൂണിറ്റ് ആക്ട് ആസ് എൻ ഇൻ്റർഫേസ് ഫോർ മാൻ ടു മെഷീൻ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് മനുഷ്യന് മെഷീനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസാണ് നമ്മളുടെ ഇൻപുട്ട് യൂണിറ്റ്. അതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ഇപ്പോൾ ഒരു ഡെസ്ക്ടോപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കീബോർഡാണ് ആസ് എ ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ മൗസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജനറലി അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലാപ്ടോപ്പ് ആകുമ്പോൾ അതിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള കീബോർഡ് ഉണ്ട്, മൗസ് ഇൻബിൽട്ടാണ്. പിന്നെ ഫോണൊക്കെ ആകുമ്പോൾ അതേപോലെ ടാബ്ലറ്റ് ആകുമ്പോൾ മൊത്തം ടച്ചാണല്ലോ, അപ്പോൾ അതിൻ്റെ മോണിറ്റർ തന്നെയാണ് അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ അഡ്വാൻസ്ഡായി മാറുന്നതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ഡിഫറൻസുകളാണ്. എനിവേ നമ്മൾ മെഷീനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസാണ് ഇൻപുട്ട് യൂണിറ്റ്. ദ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് റീച്ച് ദ പ്രൈമറി മെമ്മറി ത്രൂ ദ ഇൻപുട്ട് യൂണിറ്റ് ഇൻ ഫോംസ് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എ പെർട്ടിക്കുലർ ഇൻപുട്ട് ഡിവൈസ്. നമ്മൾ ഡാറ്റയും ഇൻസ്ട്രക്ഷനൊക്കെ നമ്മൾ സിസ്റ്റത്തിനകത്ത് കൊടുക്കുന്നത് ഇൻപുട്ട് ഡിവൈസിലൂടെയാണ്. അപ്പോൾ ഈ ഇൻപുട്ട് ഡിവൈസിൽ ഏത് ഫോമിലാണ് കൊടുക്കുന്നത്, ഇപ്പോൾ കീബോർഡിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യാവും, ചിലപ്പോൾ നമ്മൾ മൗസ് കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യാവും, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വോയിസ് ആയിട്ടൊക്കെ നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ വോയിസ് വെച്ചൊക്കെ ചെയ്യാറില്ല, ചിലപ്പോൾ അങ്ങനെയാവും. പല ഫോംസിൽ നമുക്ക് ഇൻപുട്ടായിട്ട് ഡിവൈസ് കൊടുക്കാം. ഏത് ഫോമിൽ കൊടുത്താലും ഡാറ്റയായാലും ശരി ഇൻസ്ട്രക്ഷനായാലും ശരി ഫസ്റ്റ് എത്തുന്നത് അത് പ്രൈമറി മെമ്മറിയിലാണ്. പ്രൈമറി മെമ്മറി ത്രൂ ആണ് അവരെന്ത് ചെയ്യുക, CPU ഒക്കെ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. നമ്മൾ ആ ഫിഗറിൽ കണ്ടതാണ്, മെമ്മറിയാണ് കൂടുതലായിട്ട് ഇൻറ്ററാക്ഷൻ വരുന്നത്. However, regardless of the form in which input device receives the input of any kind, it's first converted into binary electronic signal which could be understood by the CPU. നമ്മൾ എന്ത് ടൈപ്പ് ഇൻഫർമേഷൻ കൊടുത്താലും പറഞ്ഞു, വോയിസ് ആവട്ടെ, ടൈപ്പ് ചെയ്യാവട്ടെ, ക്ലിക്ക് ചെയ്യട്ടെ, എനിവേ എന്തായാലും ശരി, ആദ്യം എന്ത് ചെയ്യും, ഇൻപുട്ട് ഡിവൈസ് അത് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ബൈനറി ഇലക്ട്രോണിക് സിഗ്നൽസിലേക്ക് മാറ്റും. അതായത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് സീറോസും വൺസും മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത്തരം ബൈനറി ഇൻഫർമേഷനൊക്കെ അത് കൺവേർട്ട് ചെയ്യും. അത്തരം ലാംഗ്വേജ് മാത്രമേ നമ്മുടെ CPU-ക്ക് മനസ്സിലാവുള്ളൂ. CPU-ക്ക് ആകെ ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള സീറോസും വൺസും മനസ്സിലാവുള്ളൂ, ബൈനറി ഇൻഫർമേഷനെ മനസ്സിലാവുള്ളൂ, ബൈനറി നമ്പേഴ്സേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇൻപുട്ടിൽ നമ്മൾ കൊടുത്ത ഡാറ്റനെ പിടിച്ചിട്ട് ഒരു ബൈനറി ഇലക്ട്രോണിക് സിഗ്നലാക്കി മാറ്റും. ഇതിൻ്റെ പേരാണ് ഡിജിറ്റൈസിങ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡിജിറ്റൈസിങ്. അത്തരം ഒരു പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം കൺവേർഷൻ ചെയ്യും. ഫങ്ഷൻസ് ഓഫ് ഇൻപുട്ട് യൂണിറ്റ് ആർ. ഫസ്റ്റ് പോയിന്റ് എന്താണ്, എന്തൊക്കെ ഫങ്ഷൻസ് ഉള്ളത്? അക്സെപ്റ്റ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡാറ്റയൊക്കെ അക്സെപ്റ്റ് ചെയ്യും. കൺവേർട്ട് ദ റിസീവ്ഡ് അനലോഗ് ഡാറ്റ ഇൻ ടു കമ്പ്യൂട്ടർ അക്സെപ്റ്റബിൾ ഫോം. അതായത് നമ്മൾ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് ഡാറ്റയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ആരാണ്, നമ്മളുടെ ഇൻപുട്ടാണ്. ദെൻ കൺവേർട്ട് ദ റിസീവ്ഡ് അനലോഗ് ഡാറ്റ ഇൻ ടു കമ്പ്യൂട്ടർ അക്സെപ്റ്റബിൾ ഡിജിറ്റൽ ഫോം. എന്നിട്ടത് നമ്മളൊരു ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. then supply the digital form of data and instruction to computer system for further processing. അതിനുശേഷം നമ്മൾ ഈ ഡിജിറ്റൽ ഫോമിലുള്ള ഡാറ്റനെ പിടിച്ചിട്ട് കമ്പ്യൂട്ടർക്ക് മറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കും. ഈ കമ്പ്യൂട്ടർ സിസ്റ്റം may have one or more of the following input devices depend upon its size and use, type and size and use. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഡിവൈസസ് അവൈലബിൾ ആണ്. ഏതൊക്കെയാ നോക്കാം. കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, ട്രാക്ക് ബോൾ, light pen, storage device like magnetic tape, magnetic cassettes, floppy disk, image scanner, optical scanner like optical marker. കുറേ ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഡിവൈസ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാണ്. മാഗ്നറ്റിക് ഇങ്ക്, ക്യാരക്ടർ റീഡർ, ഡിജിറ്റൈസർ, ടച്ച് സ്ക്രീൻ, വോയിസ് റെക്കഗ്നിഷൻ സിസ്റ്റം, ഇത്രയും കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ 14 മിനിറ്റായി. അതുകൊണ്ട് ഞാനിനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ വീഡിയോ ഇട്ട് അവൻ്റെ എല്ലാം കൂടെ തന്നാൽ നിങ്ങൾക്കത് ഇങ്ങോട്ട് ദഹിച്ച് വരുമോ എന്ന് എനിക്കറിയില്ല. ഇനി ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, പിന്നെ ബസ്സും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ പറയുമ്പോഴേക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിവേ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നെടുത്തത്
ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്ലാസ്സിൽ കുറേ പുതിയ കുട്ടികൾ വന്നിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ എന്നെ പേഴ്സണലായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യട്ടോ. എന്തെങ്കിലും ഡൗട്ടുകളോ സജഷൻസോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിലൊന്നും കൺഫ്യൂഷനൊന്നും വേണ്ട. അപ്പോൾ സിലബസ് വേണമെങ്കിൽ ഒന്നുകൂടെ സെൻഡ് ചെയ്ത് തരാം. അത് വേണമെങ്കിൽ നോട്ടിൽ എഴുതി വെക്കാം, നോട്ടിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ പിന്നെ പ്രിൻ്റ് എടുത്തോ, അപ്പോൾ എന്താ നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ പുതിയ കുട്ടികൾക്ക് കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് പറഞ്ഞു, ഹൈ ലെവൽ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജസ് ഒക്കെ പറഞ്ഞു. ഇതൊക്കെ പിന്നീട് ആയ ക്ലാസ്സസിൽ ഓരോന്നിനും ഓരോ ഏരിയ തന്നെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ലെവലിൽ എല്ലാത്തിനെക്കുറിച്ചും പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സ്, ഇത്ര ഹൈ ലെവൽ ലാംഗ്വേജിനെ എങ്ങനെ ലോ ലെവൽ ലാംഗ്വേജിൽ എത്തിക്കുക എന്നുള്ള ട്രാൻസ്ലേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, കൺവേർട്ടേഴ്സിനെ കുറിച്ച്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, നോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ ആളുകൾക്കൊക്കെ ഒരു പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്താൽ മതി, അനുസരിച്ചുള്ള സൊല്യൂഷൻസ് നമ്മൾ ഉണ്ടാക്കി തരും. ഓക്കെ. പിന്നെ നമ്മളെടുത്തത് പിന്നെ എന്തൊക്കെയാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കുറേ കൺസെപ്റ്റുകൾ നമ്മൾ ബേസിക് ലെവലിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ഒരു ബേസിക് ഒരു കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞത്. അതേപോലെ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവരാൻ വന്നിട്ടുള്ള ഒരു 1945 ഒരു ഡിസൈനാണ് വോൺ ന്യൂമാൻ മോഡൽ. ആ ഡിസൈനും പറഞ്ഞു. ഇനി അതിനകത്തുള്ള ഓരോ കൺസെപ്റ്റുകളാണ് ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ് എന്നൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻസൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റൊക്കെ. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ അതിനനുസരിച്ച് 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഏരിയയാണ്. ജസ്റ്റ് ഇൻപുട്ട് യൂണിറ്റ് മാത്രമൊക്കെ ആയിട്ടും ചോദിക്കാവുന്നതാണ്. അതിനോടാണ് നമ്മൾ ഫംഗ്ഷനൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് തന്നെ പഠിക്കുക, ലോജിക്കലി പഠിക്കുക, വെറുതെ ബൈ ഹാർട്ട് ചെയ്യരുത്. നിങ്ങൾ നോട്ട് എഴുതി വെക്കുക. എന്നിട്ട് വേണമെങ്കിൽ നോട്ട് ഇനി നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്യാം കേട്ടോ. ഇതന്നെ നമ്മൾ കൺസൈസ്ഡായിട്ട് പോയിൻറ്റ്സാണ് തരുന്നത്. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യുകയൊക്കെ ചെയ്യാം. ബുക്സൊക്കെ നമ്മളിതിന് സിലബസിലൊക്കെ തന്നെ കുറേ ബുക്സ് പറയുന്നുണ്ട്, വേണ്ടവർക്ക് റെഫർ ചെയ്യാവുന്നതാണ്. എനിവേ നിങ്ങളുടെ ചോയ്സാണ്. നമ്മൾ കൺസെപ്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെയുള്ള കാര്യം, അപ്പോൾ നിങ്ങൾ ലോജിക്കലി ഈ കാര്യങ്ങൾ പഠിക്കുക. ബൈ ഹാർട്ട് സിസ്റ്റം മാക്സിമം ഒഴിവാക്കുക. പലർക്കും അത്തരം പ്രശ്നങ്ങളുണ്ട്. ബൈ ഹാർട്ട് സിസ്റ്റം ആകുമ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ കൺവേ ചെയ്യാൻ കഴിയില്ല കൺസെപ്റ്റുകൾ. എക്സാമിനൊക്കെ ബുദ്ധിമുട്ട് വരും ചിലർക്ക്. പിന്നെ ബൈ ഹാർട്ട് ചെയ്താൽ ഈസി ആയിട്ടും പോസിബിളാണ്. എനിവേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, സജഷൻസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ, കാരണം എല്ലാം കൂടെ എടുത്താൽ നിങ്ങൾക്കത് വേണ്ട രീതിയിൽ നിങ്ങളിലേക്ക് എത്തുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.